കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഗ ബഹുജന സംഘടന എന്നുള്ള നിലയിൽ ഏതറ്റം വരെ താഴാമോ, ഏത് പാതാളത്തിൽ പതിക്കാമോ ആ പാതാളത്തിലേക്ക് എടുത്തെറിയപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയുടെ ആശയത്തിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ സംഘടനാപരമായ കുഴപ്പങ്ങളായിരിക്കാം. ഒരു 10 വർഷം അല്ല കഴിഞ്ഞ 2 ടേം പിണറായി വിജയൻ്റെ 2 ടേം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ കാണും. ഇവർ അഖില ലോക തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ച് വർഗസമരം നടത്തി തൊഴിലാളികൾക്ക് മോചനം നേടിക്കൊടുക്കാൻ ഉണ്ടായി പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തകരുൾപ്പെട്ട സംഘടനയാണ് CPM അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏത് രാജ്യത്താണെങ്കിലും ഏത് ഛത്തീസ്ഗഡിലാണെങ്കിലും എല്ലാം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് സാധിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ശബരിമലയെക്കുറിച്ചുള്ള ഒരു പാരഡി ഗാനം, അയ്യപ്പനെ കളിയാക്കിക്കൊണ്ടുള്ളത് എന്ന് പറയുന്ന ഒരു പാരഡി ഗാനം ഏതാനും പിള്ളേർ പറഞ്ഞു, വായിച്ചു, എഴുതി. പക്ഷേ ഈ പാരഡി ഗാനത്തിൽ എന്താണ് അയ്യപ്പനെ കളിയാക്കുന്നത് എന്നിവരാരും പറയുന്നില്ല. പക്ഷെ ഒരു വിവരം, ഇടതുപക്ഷത്തിൻ്റെ വേദന ഉണ്ടാക്കുന്നൊരു പരാമർശം ആ പാരഡി ഗാനത്തിൻ്റെ വരികളിലുണ്ട്. അതായത് സ്വർണം കട്ടതാരപ്പ, അയ്യപ്പൻ്റെ സ്വർണം കട്ടതാര് എന്നുള്ള ചോദ്യത്തിന് സഖാക്കൾ എന്നാണ് ഉത്തരം ആ ഗാനത്തിൽ പറയുന്നത്. ആ സഖാക്കളിനുള്ള ഉത്തരമായിരിക്കണം ഒരുപക്ഷെ ഈ CPMൻ്റെ നേതാക്കന്മാരെ, രാജീവ് അബ്രാഹത്തിനെയും അതുപോലുള്ള നേതാക്കന്മാരെ ചൂടിപ്പിച്ചത്. ഉടനെ സഖാക്കൾ ആണ് സ്വർണം കട്ടത്, അതിനെതിരായി പരാതി കൊടുക്കാതെ, ആ വാചകത്തിനെതിരായി പരാതി കൊടുക്കാതെ അയ്യൻ്റെ സ്വർണം കട്ടു, അയ്യനെ കാണാൻ വരുന്നത് പോലുള്ള ആ രീതിയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ തന്നെ വലിയ നേതാവായിരുന്ന AK ഗോപാലൻ, മറക്കരുത്, കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AK ഗോപാലൻ, ആരുടെ മുമ്പിൽ തല കുനിക്കാത്ത AK ഗോപാലൻ, നെഹ്റുവിൻ്റെ മുമ്പിൽ പോലും തല കുനിക്കാതിരുന്ന AK ഗോപാലൻ ഒരു സന്ദർഭത്തിൽ കോട്ടയത്ത് വരുമ്പോൾ അയ്യപ്പന്മാരുടെ സീസണാണ്, മകരവിളക്കോ 41-ാണ്. ആ സമയത്ത് കോട്ടയം സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ, അന്ന് കാറും മറ്റ് സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല, ബസ് കയറാൻ നിൽക്കുമ്പോൾ ധാരാളം അയ്യപ്പന്മാർ സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ബസ്സിൽ കയറാനായിട്ട് ഓടുന്നുണ്ട്. ഇദ്ദേഹം ഇവരോട് ചോദിച്ചു, ഈ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്ക്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കാനാണ് ആര് പറഞ്ഞത്? AK ഗോപാലൻ ഈ അയ്യപ്പന്മാരോട് പറഞ്ഞത്. അത്തരം ഒരു കാഴ്ചപ്പാടുള്ള പാർട്ടി ഈ ഒരു പാരഡി ഗാനം ഉണ്ടാക്കിയല്ല ആരെങ്കിലും ഉണ്ടാക്കി എന്നുള്ള പേരിൽ തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കാനായി നടക്കാൻ പാടില്ലായിരുന്നു. വീണ്ടും CPMൻ്റെ താഴ്ചയുടെ അല്ലെങ്കിൽ എത്ര വരെ വികൃതമാകും CPMൻ്റെ മുഖമെന്നറിയണമെങ്കിൽ അതിനൊരു ജാതീയമായ, വർഗീയമായ, മതപരമായൊരു കളർ കൊടുത്ത് പണ്ട് ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തിയാലും വർഗീയമായൊരു ചേരിതിരുണ്ടാക്കാൻ ഒരു ചെറിയ ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. ഇന്ന് CPMനെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ CPMൽ നിന്നും അകന്നകന്നകന്ന് പോവുകയാണ്. ജാമായത്തയുടെ പേര് പറഞ്ഞിട്ടൊന്നും അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ചേരിതിരിവുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ മുസ്ലിമിനെകളെ ഹിന്ദു ചേരിതിരിവുണ്ടാക്കിയാൽ ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കിട്ടും എന്നുള്ള മിഥ്യാധാരണയിലാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും എടുത്ത് പറയും. കാരണം പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഏത് കാലത്താണ് ഇവർ വർഗസമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അയ്യപ്പനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്, ബോധേഡാകാൻ തുടങ്ങിയത്? അയ്യപ്പൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഇത്രമാത്രം ഉത്കണ്ഠ വരാൻ കാരണം എന്താ? ഈ പാരഡി ഗാനം എഴുതിയത് ആരാണ് അയ്യൻ്റെ സ്വർണം കട്ടതെന്ന് ചോദിക്കുമ്പോൾ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ആ പാരഡി ഗാനം എഴുതി തയ്യാറാക്കിയത് ദൗർഭാഗ്യവശാൽ ഏതാനും മുസ്ലിം ചെറുപ്പക്കാരായിപ്പോയി. ഉടനെ ആ ഒരു കാര്യത്തിന് മുസ്ലിങ്ങൾ മനഃപൂർവ്വം ഹിന്ദുക്കളെ അവമാനിക്കാൻ വേണ്ടി, ഹിന്ദു ദൈവത്തെ ശബരിമല അയ്യപ്പനെ അവമാനിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ കവിതയാണ്, അല്ലെ പാട്ടാണ്, പാരഡി ഗാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPMൻ്റെ പ്രചരണം മുഴുവൻ നടക്കുന്നത്. ഇത് എത്രമാത്രം ഒരു തരത്തിൽ പറഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഹിന്ദുക്കൾ അറിഞ്ഞോ അറിയാതെയോ, ഇപ്പം പിണറായി വിജയനും RSS അല്ലെ ഇപ്പോൾ സംഘപരിവാറുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും പിണറായി വിജയന് താല്പര്യമുള്ള ഹൈന്ദവ നേതാക്കന്മാരെ കൊണ്ടോ സംഘപരിവാർ നേതാക്കന്മാരെ കൊണ്ടോ ഈ വിഷയം വർഗീയമായിട്ട് തന്നെ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവതരിപ്പിക്കാൻ അവർ തയ്യാറായാൽ ഇതിൻ്റെ ഒരു മറുവശം ഇസ്ലാമിക് അല്ലെ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായ അല്ലെ മലപ്പുറത്തുള്ള 1-2 പേര് ചേർന്ന് കവിത എഴുതി അല്ലെ പാരഡി ഗാനം എഴുതി എന്നുള്ളത് ടേക്കപ്പ് ചെയ്ത് അത് അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഇവർ തയ്യാറായാൽ എന്തായിരിക്കും ഫലം? ഹിന്ദുക്കൾ അത് ഏറ്റെടുത്ത് രംഗത്ത് വന്നാൽ കേരളം വീണ്ടും ഒരു മാറാട് കലാപത്തിൻ്റെയൊക്കെ കാലത്തിലേക്ക് വേണേൽ പോകാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മാറാട് കലാപമൊക്കെ നടന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ സമൂഹം, മനുഷ്യവർഗം
വികസിച്ചു എന്നുള്ളത് പിണറായി വിജയൻ മറന്നു പോകുന്നു. ഇപ്പോഴും ഈ കോലിട്ടിളക്കി എന്തെങ്കിലും രണ്ടും ആട്ടുമുട്ടനടിക്കാൻ നിൽക്കുമ്പോൾ ചോര വീഴുമ്പോൾ നോക്കി നിൽക്കുന്ന നരിയെപ്പോലെ പിണറായി വിജയൻ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. ഒന്ന് നോക്കി ഓരോ ദിവസം ചെല്ലുന്നവർ നോക്കൂ, പ്രസ്താവനകൾ പലയിടത്തുനിന്ന് വരികയാണ് വളരെ പെട്ടെന്ന്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി കൊള്ള പോലും മാറ്റി വെച്ചിട്ട് ഒരു ജയശ്രീ ഇന്നലെ അറസ്റ്റ് ചെയ്ത വിവരം പറഞ്ഞു, ജാമ്യം കിട്ടിയില്ല എന്നുള്ള വിവരം പറയുന്നുണ്ട്. ശ്രീകുമാറിന് അത്തരം കാര്യങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പാരഡി ഗാനത്തിൻ്റെ പുറകെ പാരഡി ഗാനം പാടിയാൽ രക്ഷിക്കാമെന്നാണ് പറയുന്നത്. എത്ര പാരഡി ഗാനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, മതങ്ങളെ കളിയാക്കിക്കൊണ്ട് എല്ലാ തരത്തിലും വന്നിട്ടില്ലേ. കലാഭവൻ മണിയുടെ കണ്ടു, അതുപോലെ ശ്രീനിവാസൻ്റെ അതിനകത്തൊരു പെന്തിക്കോസ്ത് പാസ്റ്റർ ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ട്. ക്യാൻസർ രോഗി അല്ലാതിരുന്നിട്ട് ആണെന്നുള്ള ധാരണയിൽ ശ്രീനിവാസൻ ധൈര്യം കാണിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അവിടെ പെന്തിക്കോസ്തും ശ്രീനിവാസൻ്റെ അമ്മായി അച്ഛൻ പെന്തിക്കോസ ജഗന്നാഥൻ, അയാളുടെ പ്രാർത്ഥന, അസുഖത്തിന് ചികിത്സയില്ല. അവിടെയെല്ലാം ഇത് കാണിച്ച് ഇവരെ കളിയാക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അതൊന്നും തങ്ങളുടെ ദൈവവിശ്വാസത്തെയോ മതവിശ്വാസത്തെയോ ബാധിക്കുന്നതാണെന്ന് ഇവർക്കാർക്കും തോന്നിയില്ല. ശ്രീനിവാസൻ്റെ തോന്നിയില്ല. കലാഭവൻ മണി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ശബരിമലയിലെ സ്വാമിമാർ പോകുന്ന പാട്ടിന് തുല്യമായി ആ അർത്ഥം വരുന്ന, ആ ശബ്ദം വരുന്ന, ആ ട്യൂൺ വരുന്ന പാട്ട് പാടി കൈരളി ടി വിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇത്തരം കാര്യങ്ങൾ കാണാതെ, തങ്ങളുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാതെ ഇതാണ്. പക്ഷേ ഇന്ന് CPM-ൻ്റെ വർഗശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായിരിക്കുന്നു. ഏറ്റവും ദുർബലരായ ശക്തികളെ ആണ് വർഗശത്രുക്കളായിട്ട് ഇവർ നേരിടാൻ തുടങ്ങുന്നത്. ഈ പാർട്ടിയിൽ പാവം പിടിച്ച പിള്ളേർ ഇവരുടെ ശത്രുവാണ്. നവീൻ ബാബു ഇവരുടെ ശത്രുവായിരുന്നു. വെറ്റിനറി കോളേജിൽ പഠിച്ച സിദ്ധാർത്ഥൻ ഇവരുടെ ശത്രുവായിരുന്നു. അവരെയൊക്കെ ഉന്മൂലനം ചെയ്തു ഇല്ലേ. മറ്റേ ആര്യരാജേന്ദ്രൻ്റെ മേയറുടെ ഏറ്റവും വലിയ ശത്രുവാരായിരുന്നു യദു എന്ന് പറഞ്ഞ പാവം പിടിച്ച കണ്ടക്ടർ, ജീവിക്കാൻ കഷ്ടപ്പെടുന്നൊരു കണ്ടക്ടർ. അപ്പോൾ ഇങ്ങനെ അത്തരം തരം താണ രീതിയിലേക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും രാഷ്ട്രീയ സമര പരിപാടികളെയും ഇവർ താഴോട്ട് കൊണ്ടുവരിക. ഇത് ചോദിക്കണ്ടേ? ആരെങ്കിലും ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കും. ഓരോ സ്ഥലത്തും ഇല്ലാതായി വരുന്നല്ലേ, അല്ലെങ്കിൽ ഇല്ലാതായി വരികയാണ് ഓരോ സ്ഥലത്തും. ആന്ധ്രയിലും തെലങ്കാനയിലും ശ്രീകാകുളത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ പാർട്ടി, നക്സൽബാരിയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പാർട്ടി, ഛത്തീസ്ഗഡിലുണ്ടായിരുന്ന വലിയ പാർട്ടി, ബംഗാളിലുണ്ടായിരുന്ന, ത്രിപുരയിലുണ്ടായിരുന്ന എല്ലാം വന്ന് ഇപ്പോൾ ഇവരെ മുദ്രാവാക്യം വിളിച്ച് മത്സരിക്കുന്നത് നാളെ ഏതെങ്കിലും അംഗൻവാടി പിള്ളേർ, കൈസുകാർ പിള്ളേരുണ്ടെങ്കിൽ അവർക്കെതിരായി ഇവർ വിപ്ലവകാലം മുഴക്കില്ല എന്നാരും വിചാരിക്കണ്ട. ഇവിടെ ഈ തരത്തിൽ ശബരിമലയിലെ പാരഡി ഗാനത്തെ ഇതായിട്ട് ആയുധമായിട്ട് ഉപയോഗിക്കാൻ CPM തയ്യാറാകുമ്പോൾ CPM-ൻ്റെ ബൗദ്ധിക നിലവാരം എത്രയുണ്ട്, ഐക്യം എത്രയുണ്ട്? ഓരോ CPM നേതാവിൻ്റെയും സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരുടെ ഒരാൾ പോലും പറയാനില്ലായിരുന്നോ മണ്ടത്തരം കാണിക്കരുത്, പൊട്ടന്മാരെയും തന്നെ പറയണം. ഇത് പറയാൻ ആരും ഇല്ലാതെ പോയോ? മുൻപൊക്കെ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്ന് ആരുമില്ല. ഇന്നലെ കണ്ടു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എല്ലാവരും ചിലരൊക്കെ അനുകൂലിച്ചില്ല, പക്ഷേ എതിർത്ത് പറയാൻ ധൈര്യമില്ലാത്തവർ, അങ്ങനെ ഒരു വർഗമായിട്ട് CPM മാറിയിരിക്കുന്നു. നേതാവായിട്ടിരിക്കുന്ന ആരാണേലും നാളെ ഒരുപക്ഷെ MP പോകുന്നതിനോ MA ഒക്കെ പിണറായി വിജയൻ്റെ കസേര വന്നിരുന്ന അപ്പോഴും ഇതേ വിധേയത്വത്തോടെ ഇവരെല്ലാം പെരുമാറും. കാരണം വിധേയന്മാരുടെ ഒരു പാർട്ടിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിരിക്കുന്ന മാറ്റം, ആശയപരമായ മാറ്റം. ധൈര്യം എന്ന് പറയുന്നത്, ആത്മധൈര്യം എന്ന് പറയുന്നത്, കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയുന്നത്, ബോധ്യപ്പെടലിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് CPM-ന് കൈമോശം വന്നുപോയി. അത് എപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റുമോ അപ്പോൾ മാത്രമേ ഇനി തിരിച്ചുവരവ് നടക്കുകയുള്ളൂ. കോൺഗ്രസ്സിന് ഒത്തിരി പരാതികളുണ്ട്, കോൺഗ്രസിൻ്റെ പരാധീനതകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഇവിടെ മറക്കരുത്, കോൺഗ്രസും CPM-ഉം കൂടാതെ മറ്റൊരു കക്ഷിയും കൂടെ ഇടയ്ക്കൂടെ കയറി വരാൻ നോക്കുന്നുണ്ട്, BJP. അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടായാൽ BJP-യും കോൺഗ്രസും തമ്മിലുള്ള, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മത്സരം കോൺഗ്രസും BJP-യും തമ്മിലായാൽ ബംഗാളിലെ സ്ഥിതിയാവും. ബംഗാളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് തൃണമൂൽ എന്ന് വിചാരിച്ചാൽ മതി. കോൺഗ്രസ് പാരമ്പര്യമുള്ളവരാണ് അവർ. ഇന്ന് CPM അവിടെ നിൽക്കുന്നു, CPM-ൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ് അവിടെ നിൽക്കുന്നു. ഇവിടെയും കേരളത്തിൽ അത്ര അപകടങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മൾ ഇത് സൂക്ഷിക്കേണ്ട വിഷയം രാഷ്ട്രീയമായ സന്തുലിതാവസ്ഥ. ജനങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നയപരമായി എന്തുമാത്രം തർക്കങ്ങളുണ്ടായാലും ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് പോയി ലാഭം കൊയ്യാൻ നോക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.